ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്ന രണ്ട് നില വീടില്ലേ, ഈ കാണുന്ന രണ്ട് നില വീടിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് റൂഫിൽ സാധാ മണ്ണിൻ്റെ ഓടി വിരിക്കാണ്ട്. അപ്പോൾ ഇവിടെ മണ്ണിൻ്റെ ഓടി വിരിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് കയറുകയാണെങ്കിൽ വീടിൻ്റെ ഉൾവശം ഫുള്ളായിട്ട് ഇതാ ഫ്ലോർ വർക്കൊക്കെ ചെയ്തിട്ട് ഫുൾ പക്ക ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് വീടിൻ്റെ ഓപ്പൺ ടെറസ്. ഓപ്പൺ ടെറസിൻ്റെ ഫ്ലോറിൽ തേച്ചുകാണ്ട് സിമെൻറ്റ് ഗ്രൗട്ടും അതുപോലെ എൽ ഷേപ്പിൽ ചുമരൊക്കെ മുട്ടിച്ചിട്ട് ടോപ്പിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് ഷീറ്റിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. അതായത് ഫുള്ളായിട്ട് സെറ്റപ്പ് ആക്കി ഓപ്പൺ ടെറസൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഈ കാണുന്ന ഓപ്പൺ ടെറസിൻ്റെ ഒരു എൽ ഷേപ്പിൽ മയപ്പാത്തി കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഷീറ്റല്ല, അപ്പോൾ വെള്ളം ചാടുന്ന അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ മയപ്പാത്തി കൊടുക്കാതെ ഈ റൂഫ് ഫുള്ളായിട്ട് ഇതേക്കണ് വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ചിരിക്കണം. പിന്നെ ഞങ്ങൾക്ക് വിരിക്കാനുള്ള ഓട് ഇവിടെ വീട്ടിലുള്ള ആൾ പണിക്കാരെ വിളിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ലാഭമുണ്ട്. എന്താ അറിയോ, ഇപ്രാവശ്യം ഈ സൈറ്റിൽ ഓട് നമ്മൾ കയറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓടൊക്കെ ഇവിടെ ഫുള്ള് കയറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പഴയ ഉണ്ടായതിനെ ഓട് വീട് പൊളിച്ച കുറച്ച് ഇരട്ടപ്പാത്തി ഓടും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒറ്റപ്പാത്തി മിക്സ് ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഈ സൈറ്റ് കംപ്ലീറ്റ് ആക്കാൻ. പിന്നെ 5 ചട്ടി എംസാൻഡിന് 1 ചട്ടി സിമെൻറ്റ് ഇട്ടിട്ട് കുറച്ച് സിമെൻറ്റ് കുമ്മായം കൂട്ടണ്ടേ. അതുപോലെ ഇവിടെ വേറെ കാര്യം കാണിച്ചു തരാം. ഈ സ്ലേവിൻ്റെ വക്ക് കണ്ടില്ലേ, ഈ സ്ലേവിൻ്റെ വക്കും ആ മയപ്പാത്തി തമ്മിൽ 1 ഇഞ്ചിൻ്റെ ഒരു ഹൈറ്റ് വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് സ്ലേവിൻ്റെ വക്കിനെ കാട്ടി 1 ഇഞ്ച് ഹൈറ്റിലാണ് ആ പാത്തി നിൽക്കുന്നത്. അതെന്താ സംഭവം എന്നറിയോ, ആ തലക്കൽ, അതായത് വീടിൻ്റെ ഓൾറൗണ്ട് മയപ്പാത്തി കൊടുത്തും ചെയ്തിരിക്കണ്. അത് പോരാത്തതിന് ഫുള്ളായിട്ട് നമുക്കൊരു പട്ടിക കെട്ടേണ്ട ആവശ്യമുണ്ട്. ഒരു പട്ടിക ഇവിടെ കെട്ടിയിട്ടില്ല വക്കത്തുള്ള. അപ്പോൾ അതാണ് ആ പാത്തി അങ്ങനെ 1 ഇഞ്ച് ഉയർന്ന് കാണുന്നത്. പിന്നെ ഇവിടുത്തെ വീട്ടിലെ ആൾക്ക് നമ്മൾ ഈ ഓടി വിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മയപ്പാത്തിൻ്റെ റെഡ്യൂസർ 3:2 എന്നുള്ള റെഡ്യൂസർ അതിൽ കണക്ട് ചെയ്യണം എന്നുള്ളൊരു ഓർഡർ ഉണ്ട്. അതുകൊണ്ട് അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇവിടെ 2 ഓട് വെച്ച് നോക്കി. കാരണം ഒറ്റപ്പാത്തി ഓടാട്ടോ. 2 ഓട് വെച്ചപ്പം ഇവിടെ അടിഭാഗം ഓടൊന്ന് പൊന്തിച്ചപ്പം കറക്റ്റ് ലെവലിൽ നിൽക്കേണ്ടതാണ്. അത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് കാണാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പം ഒരു ബോറായിട്ട് തോന്നും, ഇങ്ങനെ ഒരു തൊള്ള തുറന്ന മാതിരി ഉണ്ടാവും. അപ്പോൾ അത് തീർക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പട്ടികൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ സ്ലേവിൻ്റെ വക്ക് 3 ഇഞ്ചിൻ്റെ കോൺക്രീറ്റും പിന്നെ തേപ്പിൻ്റെ സമയത്ത് ഒരു 3 ഇഞ്ചോളം ഓയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ 6 ഇഞ്ച് കനുണ്ട്. ഈ 6 ഇഞ്ച് കനും പോരാത്ത നമ്മളിപ്പോൾ അടിയിലൊരു പട്ടിക കെട്ടണ്, അതടക്കം 8 ഇഞ്ച് കനായി. ഇതൊക്കെ വരാനുള്ള കാര്യം എന്താ അറിയോ, ഈ 2ാം നിലയിൽ നല്ല ഹൈറ്റിൽ മാലിട്ട് പട്ടിക കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാലിട്ട് പട്ടിക കെട്ടുമ്പോൾ അതിൻ്റെ അടിയിലൊരു പട്ടികമ്പാട് അവർ കെട്ടേണ്ടതാണ് വെച്ചാൽ കെട്ടിയിട്ടില്ല. അന്ന് ഞങ്ങളിതാ ഇവിടെ ഓടി വിരിക്കാൻ വന്നതാണ്. അപ്പോൾ ഓടി വിരിക്കാൻ വന്നപ്പോൾ നമുക്കിവിടെ സൈറ്റിൽ ഓടൊക്കെ കയറ്റി വെച്ച സ്ഥലമായതുകൊണ്ട് നമ്മൾ കൂടുതൽ പണിക്കാരൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ 2 ആൾക്ക് ഓടി വിരിച്ച് പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നപ്പം ഈ പട്ടിക ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ഇതിന്ന് പറഞ്ഞു തരാനുള്ള കാര്യം എന്താ പറയുക, നമ്മൾ ഇതുപോലെ ഒരുപാട് വീടുകളിൽ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പല ആൾക്കാരെന്താ ചെയ്യുക അറിയോ, ആ ഓട് അതേപോലെ വിരിച്ചു പോകും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കുമ്മായം കൂട്ടിയിട്ട് എന്താ ചെയ്യുക, ആ ഒരു പട്ടിക അവിടെ കെട്ടിയാണ്ട് നമുക്ക് അടിയിൽ നിന്ന് മോലക്കാണല്ലോ ഓടി വിരിക്കാൻ പറ്റുക. അതുപോലെ ആ പട്ടിക അവിടെ കെട്ടിയിട്ട് അപ്പം തന്നെ ഓടി വിരിക്കാൻ മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഓടി വിരിക്കണ കണ്ടില്ലേ, ഈ സൈറ്റത്തെ ഫുള്ള് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള്, അതായത് പല കമ്പനി ഓടും, ഒറ്റപ്പാത്തി ഒരുപാട് വീടുകളിൽ നിന്ന് കിട്ടിയ ഓട് വാങ്ങിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ റൂഫ് ക്ലിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല കമ്പനി ഓടായതുകൊണ്ട് നമുക്ക് വിരിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിത് എങ്ങനെ വിരിക്കുന്നത് വെച്ചാൽ, നമ്മളെ ഓടിൻ്റെ അടിഭാഗത്തുള്ള ലോക്കില്ലേ, അതൊന്ന് തട്ടിയാൽ മതി. അത് തട്ടി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അടുപ്പിച്ച് കണ്ട് ഏത് ഓടി വിരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കണ്ട എല്ലാ ഓടും തട്ടിക്കാണ്ടാണ് അവിടെ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ പല ആൾക്കാർ നമ്മോട് ചോദിക്കലുണ്ട്, നമ്മൾ വീട്ടിൽ കുറേ ഒറ്റപ്പാത്തി ഓടുണ്ട്, ഇരട്ടപ്പാത്തി ഓടുണ്ട്, വിരിക്കാൻ കഴിയുന്നില്ല അറിയും. അപ്പോൾ ഇതുപോലെ നമ്മൾ പഴയ ഒരുപാട് ഒറ്റപ്പാത്തി വാങ്ങിക്കൊണ്ടുവന്ന് വിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വിരിക്കാൻ കഴിയാത്ത വെച്ചാൽ, ഈ സാധാ മണ്ണിൻ്റെ ഓടിന് മുമ്പിൽ ലോക്കുണ്ടാവും, ബാക്കിൽ ഓടിൻ്റെ അടിഭാഗത്ത് 2 കുളത്തിൻ്റെ ലോക്കുണ്ടാവും. അപ്പം ഓടിൻ്റെ പട്ടിയൊക്കെ കുളത്തിൻ്റെ ലോക്ക് മാത്രം അവിടെ വെച്ചിട്ട് ആ ഫ്രണ്ടിലെ 2 ആ ഗാഡി അങ്ങോട്ട് തട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓട് പതിഞ്ഞ് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് വിരിക്കാനും പറ്റും. പക്ഷേ പുതിയൊരു ഓട് വാങ്ങുമ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പുതിയ ഓട് ആർക്കും വിരിക്കുക. കാരണം ഈ പഴയ മിക്സഡ് ഓടുകൾ വാങ്ങുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നം വരുള്ളൂ. പിന്നെ നമ്മളെ സൈറ്റിൽ ഇവിടെ പെയിൻ്റൊന്നും അടിക്കുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ക്ലയൻറ്റിന് പെട്ടെന്ന് വർക്ക് തീർത്താൽ മതി. നിങ്ങൾക്ക് കാണാൻ കഴിയണ്ടോ, ഈ ഒറ്റപ്പാത്തി ഓട് ഇതേപോലെ വെച്ച് കണ്ടിതാ അതിൻ്റെ ഗാഡി കണ്ടില്ല ഫ്രണ്ടിൽ, അതൊന്ന് തട്ടി കൊടുക്കുക. ഒറ്റ തട്ടനൊക്കെയാണ് 2 ഗാഡിയും പോയി. അത്ര സിമ്പിളാണ്. കാരണം വെച്ചാൽ പല ആൾക്കാർക്കും ഇതേമാതിരി ഓടി വിരിച്ചിട്ട് ഒരു വരി ഫുള്ളായിട്ട് വിരിക്കും, 2ാമത്തെ വരി വിരിക്കുമ്പം പൗതിത്തുമ്പോൾ നിർത്തും. കാരണം എന്താ അറിയോ, ആ 1ാമത്തെ വെച്ച വരിൻ്റെ ഫ്രണ്ടിലെ ആ 2 ചാലിലേക്ക് 2ാമത്തെ വരിൻ്റെ ഗാഡി കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ നിങ്ങൾക്ക് പറ്റിയ പണി അതാണ്. പിന്നെ നിങ്ങളിവിടെ കണ്ടില്ലേ, ഈ വീടിൻ്റെ മുമ്പാകത്ത് വിരിച്ച ഓടിൽ ഇതാ അടിയത്തെ 4 വരി ഇരട്ടപ്പാത്തിയും അതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഞങ്ങൾ ഒറ്റപ്പാത്തി വെച്ചിട്ടുള്ളത്. അപ്പം പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഈ ഇരട്ടപ്പാത്തിൻ്റെ വേക്കിൽ ഒറ്റപ്പാത്തി വെക്കാൻ പറ്റുമെന്ന്. അപ്പോഴും നിങ്ങൾ ഈ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എന്ത്,
നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം വരി ഒറ്റപ്പാത്തി ഉണ്ടോ അതൊക്കെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഒറ്റപ്പാത്തി ഓടുന്ന തുടങ്ങണമെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് തുടങ്ങണ വരിക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഫ്രണ്ടിലുള്ള എല്ലാ ഗാഡി തട്ടിക്കാണ്ടാണ് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ബാക്കിൽ എല്ലാ ഒറ്റപ്പാത്തി ഇങ്ങനെ വെച്ച് പോകാൻ പറ്റും. പിന്നെ ഓടിന് മെയിനായിട്ട് മണ്ണിൻ്റെ ഓടിന് മെയിനായിട്ട് വേണ്ടിയത് നമ്മളെ ആ ബാക്കത്തെ 2 ഗാഡി പട്ടിയൊക്കെ പിടിച്ചിരിക്കുന്ന 2 ഗാഡി മാത്രം ഉണ്ടായാൽ മതി. ഇത് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഓടും ഇറങ്ങിപ്പോവില്ല. കാരണം സിമെൻറ്റ് പട്ടിക്കുമെന്ന് പ്രത്യേകം ഇറങ്ങൂല. ട്രസ് വർക്കിലൊക്കെ ആകുമ്പോഴാണ് ഇത് ചെരിവ് കൂടുമ്പോൾ പെട്ടെന്ന് ഓടി കീഞ്ഞ് വീഴുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫുള്ളായിട്ട് സെക്കൻഡ് ഓടുകളാണ്. സെക്കൻഡ് ഓടുകൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ ഒപ്പിക്കണം. അതായത് റൂഫിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നല്ലപോലെ ഓട് വിരിച്ച് വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടുകൾക്ക് നമുക്കറിയാം പെയിൻ്റൊക്കെ അടിച്ചിട്ടേ കയറ്റുള്ളൂ. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓട് കേകിയാണ്ട് കയറ്റുക മാത്രമേ ചെയ്യണത്. പിന്നെ ഇതാ വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മളിതാ കുയ്യടിൻ്റെ ഇവിടെ ഒരു 3 മീറ്ററിൻ്റെ കുയ്യടി. അപ്പോൾ ഈ കുയ്യടിയിലേക്കുള്ള ഷീറ്റ് എങ്ങനെ അറിയാം? കുയ്യടി 3 മീറ്റർ നീളത്തിൽ മുറിച്ചിട്ട് നമുക്കൊരു 6 അടിക്കോലോ 4 അടിക്കോലോ അല്ലെങ്കിൽ ഒരു പട്ടിക എന്തെങ്കിലും സെൻറ്ററിൽ വെച്ചിട്ട് അതിൽ കയറി നിന്നാണ്ട് നമുക്ക് അതിൻ്റെ എതിർ സൈഡ് വളച്ച് കഴിഞ്ഞാൽ കുയ്യടിക്കുള്ള ഷീറ്റായി. ഇതിപ്പം കറക്റ്റ് ഇതൊക്കെ ആ കുയ്യടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നൂല് കെട്ടേണ്ട ആവശ്യമില്ല. ആ വളച്ച കറക്റ്റ് ആ വളവിനനുസരിച്ച് നമുക്ക് അതിലുള്ള ഓടൊക്കെ കട്ട് ചെയ്ത് കണ്ട് വെക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മളെ വീടുകളിൽ നാട്ടിൽ ഒരുപാട് വീടുകൾ ഒറ്റപ്പാത്തി ഓടുണ്ടാവും. എന്നിട്ട് നമ്മളെ വീടിന് ഓടി വിരിക്കാനുള്ള ആവശ്യം ഉണ്ടാവും ചെയ്യും. നമ്മളത് വിരിക്കില്ല. വാർപ്പ് വീടുകൾക്ക് ഒറ്റപ്പാത്തി പല ആൾക്കാർ വിരിക്കാതെ ആ ഓടൊക്കെ അവിടെ ഇട്ടിട്ട് ആർക്കെങ്കിലും കൊടുക്കും. ചെറിയ പൈസ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇനി പൈസ ആയിട്ട് പുതിയ ഓട് വാങ്ങി വിരിക്കുക എന്നാണ് എല്ലാ ആൾക്കാരും പറയാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ വീട് നിങ്ങൾ കണ്ടില്ലേ, ഈ വീടൊക്കെ ഇതൊക്കെയാണ് ഫുള്ളായിട്ട് ഒറ്റപ്പാത്തിൻ്റെ ഓടി വിരിച്ച് ഇതിൽ ഒരു ലീക്ക് ഉണ്ടാവില്ല. കാരണം പക്കായിട്ട് നമ്മൾ ഗ്യാരണ്ടി തരാം. കാരണം ഈ സാധാ പെയ്യുന്ന മയക്കൊന്നും വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറൂല. പിന്നെ നമ്മൾ ഈ മരത്തുമെന്ന് അല്ലെങ്കിൽ പൈപ്പിൽ ചാടുന്ന വെള്ളം നേരെ ഇത് നമുക്ക് ചാടുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവുള്ളൂ. വെള്ളം ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു കിഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഇതുപോലെ ട്രസ് വർക്കിലൊക്കെ ഒരുപാട് വീടുകളിൽ നമ്മൾ ഇതേപോലത്തെ ഈ ഒറ്റപ്പാത്തി ഓടുന്ന ട്രസ് വർക്ക് വരെ ചെയ്തിട്ട് ഇന്നും ലീക്കില്ലാത്ത വീടുകൾ നമ്മളെ നാട്ടിലൊക്കെ കാണാൻ കഴിയും. പിന്നെ ഓടി വിരിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കറിയാലോ, ഓടി നമ്മളെ പെരക്കൊരു സംരക്ഷണമാണ്. അത് മാത്രമല്ല ലീക്കിനുള്ള ചെരിഞ്ഞ റൂഫിൽ ലീക്കിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഓടി വിരിക്കുക എന്നുള്ളതാണ്. അപ്പം മാക്സിമം ഒറ്റപ്പാത്തി ഓടൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കാതെ ഇതുപോലെ നല്ലപോലെ കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടെന്ത് ചെയ്യുക, കേക്കിക്കാണ്ട് പെയിൻ്റ് അടിച്ചിക്കാണ്ട് 2-3 കൊല്ലം കൂടുമ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് പെയിൻറ്റിങ് ഇങ്ങനെ റീവർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിൻ്റെ മെയിൻ്റെയിൻ വർക്കുമായി. ചില ആളുകൾ ഇപ്പോൾ ഈ കാണുന്ന സൈറ്റിലൊക്കെ നമുക്ക് ഈ കാണുന്ന സിമെൻറ്റിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പൂപ്പ് വരും. പക്ഷെ അത് പ്രശ്നമുള്ള കാര്യമില്ല. കാരണം നമുക്ക് ഓട് പൊട്ടാത്ത, അതായത് തെങ്ങുമെന്നോ വല്ല ഓട് പൊട്ടാത്ത നിലയിൽ നിർത്താൻ കഴിയുമെങ്കിൽ ഈ ഓട് കാലാകാലം കുറച്ച് കളറ് വ്യത്യാസപ്പെട്ടാലും നമുക്ക് വീടിന് ഒരു കോട്ടിങ് വേണം. മാത്രമല്ല വീടിന് തണുപ്പുണ്ടാവും എന്നുള്ളതാണ് ഈ സാധാ ഓടിൻ്റെ പ്രത്യേകത. ഇപ്പം കണ്ടില്ല, ഇതാ ഇവിടെ കയറി വരുന്നിടത്ത് ചെറിയൊരു കുയ്യടിയും പാടെ വാക്കിണ്ട് കേട്ടോ. ചെറിയൊരു കുയ്യടി അവിടെ ഉണ്ട്. അപ്പോൾ 1 മീറ്റർ ഷീറ്റ് ഇതേമാതിരി വളച്ച് വെച്ചുകൊണ്ട് അവിടെയും വെച്ച് ഞങ്ങൾ മാക്സിമം ഒറ്റപ്പാത്തി ഓടുകൾ ഇതിന്ന് തിരഞ്ഞെടുത്തുകാണ്ട് ചെറിയ ഡാമേജൊക്കെ ഒഴിവാക്കി മൂലൊക്കെ ഡാമേജ് ഓടുകളൊക്കെ മൂലയൊക്കെ ഉപയോഗിച്ചാണ് ഫുൾ സെറ്റാക്കിയിട്ടാണ് ഈ വീട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കിട്ടുന്ന സൺസൈഡ് ഇല്ല ഫ്രണ്ടിലുള്ള ആ ഏരിയത്തെ അടിയത്തെ വരി ഇരട്ടപ്പാത്തിയാണ്, മുകളിലത്തെ വരി ഒറ്റയാണ്. അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് ഓടുകളുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്കറിയാം നമ്മളെ വാർപ്പിൻ്റെ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഈ വീട് പല കള്ളികളാണ്. ഒരു മൂലോട് വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ഷനായി മാറി. അപ്പം നമുക്ക് ഒരു കള്ളി ഫുള്ളായിട്ട് ഇരട്ടപ്പാത്തി വിരിക്കുക, അടുത്ത കള്ളി ഒറ്റപ്പാത്തി വിരിക്കുക. ഒരു വരിയിൽ ഒരിക്കലും ഒറ്റയും ഒപ്പരം വിരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന കണ്ടോ ഈ മൂലോടും കുയ്യടിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഈ വീടിൻ്റെ സ്ലേവുകൾ ഓരോ പീസായിട്ട് മാറി. അപ്പോൾ ഒരു പീസിൽ ഇരട്ടപ്പാത്തി ഫുള്ളായിട്ട് വിരിക്കുക, ഒരു പീസിൽ ഒറ്റപ്പാത്തി വിരിക്കുക. അങ്ങനെ നമുക്ക് പല ടെക്നിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ പീസിൽ ഒറ്റ വിരിക്കുന്ന സമയത്ത് അടിയിൽ ഫുള്ള് ഒറ്റ വിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഫുള്ള് ഇരട്ട വിരിക്കണം. അത് നമ്മളെ ഓടിനനുസരിച്ച് നമ്മളെ മൂലയ്ക്കുള്ള കട്ടിങ്ങിനുള്ള ബാക്കി പീസൊക്കെ കണ്ട് മാത്രം വിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ടാങ്ക് വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, പ്ലെയിൻ ഏരിയ. ഈ പ്ലെയിൻ ഏരിയയിൽ നമ്മളിതാ അതിൻ്റെ വക്കിലേക്ക് 2 വരി ഓടി വിരിച്ചിട്ട് ഇനി ഇവിടെ അതായത് ഇതിൻ്റെ റൂഫിൽ നിന്നൊക്കെ അതായത് മുകളിൽ നിന്ന് വരുന്ന ഫുള്ള് വെള്ളം പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കണ്ടോ അത് ചേർത്ത് കണ്ട് ആദ്യം മെഷീൻ കൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് വരട്ട് നല്ല ഗ്രിപ്പാക്കിയിട്ട് ഗ്രൗട്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സിമെൻറ്റ് സെറ്റാക്കിയതാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞില്ലേ. ഇതിപ്പോൾ ഞങ്ങൾ 3 ദിവസം കൊണ്ട് 7 ആളെ പണിക്ക് തീർത്ത വർക്കാണ്. നമുക്കിത് ഓട് കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ 2 ആളെ വർക്കും പാടെ കൂടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒറ്റപ്പാത്തി ഓടൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാതെ വെക്കുക. നിങ്ങൾക്ക് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരുമ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നുള്ളൂ. എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് ഓടിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ ബാക്കിൽ വരാണ്ട്. അതിനോട് നിങ്ങൾ പേടിക്കല്ല, ഒരു വീഡിയോയിലില്ലാത്ത അടുത്ത വീഡിയോ കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.